ദ അബ്കാരി ആക്ട് 1/1077 കേരള സംസ്ഥാനത്ത് അബ്കാരി ചട്ടങ്ങൾ നടപ്പാക്കുന്നതിനുള്ള സുപ്രധാന നിയമമാണ് 1077 ഒന്നാം അബ്കാരി നിയമം. അബ്കാരി നിയമം പാസാക്കിയത് കൊച്ചി മഹാരാജാവാണ്. അബ്കാരി നിയമം പാസാക്കിയ വർഷം 1902 ഓഗസ്റ്റ് 5-നാണ്. കൊല്ലവർഷം 1077 കർക്കിടകം 31. കൊല്ലവർഷം 1077 പാസാക്കിയ നിയമമായതിനാൽ ഇത് അബ്കാരി ആക്ട് 1077 എന്ന പേരിൽ അറിയപ്പെടുന്നു. അബ്കാരി നിയമം പാസാക്കിയ വർഷം എന്നാണ്, അത് 1902 ഓഗസ്റ്റ് 5-നുമാണ്. ഈ ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1967 ജൂലൈ 29-നുമാണ്. അബ്കാരി നിയമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക, മദ്യത്തിന്റെ ലഹരി വസ്തുക്കളുടെയും ഇറക്കുമതി, കയറ്റുമതി, വിപണനം, നിർമ്മാണം, വിൽപ്പന, കൈവശം വയ്ക്കൽ എന്നിവ സംബന്ധിച്ച് കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങൾ ഏകീകരിക്കുക, അവ പരിഷ്കരിക്കുക എന്നതാണ്. ഈ നിയമം ബാധകമാവുന്നത് കേരള സംസ്ഥാനം മുഴുവനാണ്. അബ്കാരി നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനുകളുടെ എണ്ണം 72 സെക്ഷനാണ് അബ്കാരി നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജൂറിസ്ഡിക്ഷൻ: അബ്കാരി ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുവാൻ മജിസ്ട്രേറ്റിനുള്ള അധികാര പരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ട് 1077 സെക്ഷനാണ് സെക്ഷൻ 50 പറയുന്നത്. അബ്കാരി ഉദ്യോഗസ്ഥൻ, അതായത് എക്സൈസ് ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുവാൻ മജിസ്ട്രേറ്റിനുള്ള അധികാര പരിധിയെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 50. സെക്ഷൻ 50 പ്രകാരം കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം കാലതാമസം കൂടാതെ പൂർത്തിയാക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയായ ഉടൻ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് അത് പരിഗണിക്കാൻ അധികാരിതയുള്ള ഒരു മജിസ്ട്രേറ്റിന് സമർപ്പിക്കുകയും വേണം. ഇത് പ്രകാരമുള്ള റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ 1973 CRPC 173 സബ്സെക്ഷൻ 2 പ്രകാരം ഒരു പോലീസ് റിപ്പോർട്ടിന്മേലാണ് മജിസ്ട്രേറ്റിന് സമർപ്പിക്കേണ്ടത്. സെക്ഷൻ 50A റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ മജിസ്ട്രേറ്റ് കൈക്കൊള്ളേണ്ട നടപടികൾ ക്രമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ മജിസ്ട്രേറ്റ് കൈക്കൊള്ളേണ്ട നടപടി ക്രമങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 50A പറയുന്നത്. പ്രസ്തുത കേസ് കൈകാര്യം ചെയ്ത മജിസ്ട്രേറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ആ ഒരു കേസ് സെക്ഷൻ കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതാണെങ്കിൽ കേസ് സെഷൻസ് കോടതിയിലേക്ക് സമർപ്പിക്കേണ്ടതുമാണെന്ന് പറയുന്നു. അടുത്തത് സെക്ഷൻ 51. മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ എക്സൈസ് ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 51-ലാണ്. സെക്ഷൻ 51 പറയുന്നത് എന്താണ്? മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കുവാനുള്ള എക്സൈസ് ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 51-ആണ്. സെക്ഷൻ 51 പ്രകാരം ഒരു അബ്കാരി ഇൻസ്പെക്ടർ, അതായത് ഒരു എക്സൈസ് ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാവുന്നതാണ്. മജിസ്ട്രേറ്റിന് കേസിന്മേൽ വിചാരണ നടത്താനും പ്രതിക്ക് ജാമ്യം അനുവദിക്കാനും അധികാരമുണ്ടെന്ന് സെക്ഷൻ 51 പറയുന്നുണ്ട്. സെക്ഷൻ 52 പ്രകാരം ഈ കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതി ഇല്ലാതെ 24 മണിക്കൂറിൽ കൂടുതൽ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ വയ്ക്കുവാൻ പാടില്ല എന്ന് പറയുന്നു. സെക്ഷൻ 53B അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിന്മേലുള്ള കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 53B. അബ്കാരി നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഏത് വാഹനവും കസ്റ്റഡിയിൽ എടുക്കാവുന്നതോ തടഞ്ഞു വെക്കാവുന്നതോ ആണെന്ന് പറയുന്നു. എന്നാൽ ഇങ്ങനെ കസ്റ്റഡിയിലെടുത്ത വാഹനത്തിന്റെ മാർക്കറ്റ് വിലയിൽ നിശ്ചയിച്ചിട്ടുള്ള പണം ബോണ്ടായി കെട്ടിവെച്ചുകൊണ്ട് താൽക്കാലികമായി വിട്ടയക്കാവുന്നതും ആണ്. അടുത്തത് ഓൾ ആസ്പെക്ട് ഓഫ് ലിക്വർ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസിറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ലിക്വർ. സെക്ഷൻ 6. മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 6. എന്നാൽ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 പറയുന്നത് മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് സർക്കാരിന്റെ അംഗീകാരമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ അനുമതി കൂടാതെ അവ ഇറക്കുമതി ചെയ്യരുത് എന്ന് സെക്ഷൻ 6 സബ്സെക്ഷൻ 1 പറയുന്നു. സെക്ഷൻ 7 മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് കയറ്റുമതി ചെയ്യരുത് എന്ന് അനുശാസിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 7. സെക്ഷൻ 7 സബ്സെക്ഷൻ 1 പറയുന്നു മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് കയറ്റുമതി ചെയ്യുന്നതിന് സർക്കാരിന്റെ അംഗീകാരം ലഭിച്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ അനുമതി കൂടാതെ കയറ്റുമതി ചെയ്യാൻ പാടില്ല എന്ന് സെക്ഷൻ 7 സബ്സെക്ഷൻ 1 പറയുന്നു. അടുത്തത് സെക്ഷൻ 8 ചാരായ നിർമ്മാണം, അവയുടെ ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, കൈവശം വയ്ക്കല്, സംഭരണം, വിൽപ്പന തുടങ്ങിയവ നിരോധിച്ചിട്ടുള്ള അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 8. സെക്ഷൻ 8 സബ്സെക്ഷൻ 1 പ്രകാരം ഒരു വ്യക്തിയും പെർമിറ്റ് ഇല്ലാതെ, അതായത് പെർമിറ്റ് ട്രാൻസിറ്റ് ഇല്ലാതെ ചാരായം നിർമ്മിക്കുകയോ അവയുടെ ഇറക്കുമതിയോ കയറ്റുമതി ചെയ്യുകയോ അവ കൈവശം വയ്ക്കുകയോ സംഭരിക്കുകയോ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അവയെ കുപ്പിയിലാക്കുകയോ വിൽക്കുകയോ ചെയ്യരുതെന്ന്
സെക്ഷൻ 8 സബ്സെക്ഷൻ 1 പറയുന്നു. ഇങ്ങനെ സെക്ഷൻ 8 സബ്സെക്ഷൻ 1 പറയുന്ന പ്രകാരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും വ്യവസ്ഥകൾ ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയെ പറ്റിയാണ് സെക്ഷൻ 8 സബ്സെക്ഷൻ 2 പറയുന്നത്. ശിക്ഷ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ്. അടുത്തത് സെക്ഷൻ 9 ആണ്. മദ്യമോ ലഹരി മരുന്നോ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെന്റ് വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കേണ്ടതാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 9. അടുത്തത് സെക്ഷൻ 10 ആണ്. മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ അനുവദിക്കപ്പെട്ടുള്ള സന്ദർഭങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 10. സെക്ഷൻ 10 എന്താണ് പറഞ്ഞത്? മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 10. സെക്ഷൻ 10 പ്രകാരം സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി വസ്തുക്കളോ കടത്തുവാൻ പാടുള്ളതല്ല എന്ന് പറയുന്നു. മദ്യമോ ലഹരി മരുന്നോ സംബന്ധിക്കുന്ന വിജ്ഞാപനം ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ഗസറ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തുന്നതാണെന്ന് പറയുന്നു. അപ്രകാരം പുറപ്പെടുവിക്കുന്ന സർക്കാർ വിജ്ഞാപനങ്ങൾ കേരള സംസ്ഥാനം ഒട്ടാകെയോ അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾക്ക് മാത്രമായോ ബാധകമാണ് എന്ന് പറയുന്നു. സർക്കാർ ഇതിലേക്ക് അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് പ്രകാരം മാത്രമേ ഇത്തരം വസ്തുക്കൾ കടത്തുവാൻ പാടുള്ളൂ എന്നും പറയുന്നു സെക്ഷൻ 10 പ്രകാരം. അടുത്തത് സെക്ഷൻ 11. മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ സെക്ഷനാണ് സെക്ഷൻ 11. മദ്യമോ ലഹരി മരുന്നോ കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റ് നൽകുന്നത് കമ്മീഷണറോ അല്ലെങ്കിൽ അതിനുവേണ്ടി യഥാക്രമം അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ആയിരിക്കും. ഇങ്ങനെ അനുവദിക്കുന്ന പെർമിറ്റുകളുടെ കാലാവധി ഒരു നിശ്ചിത കാലയളവിലേക്കോ ഒരു പ്രത്യേക അവസരത്തിലേക്കോ വേണ്ടി മാത്രമായിരിക്കും. ഓരോ പെർമിറ്റും താഴെ പറയുന്നവയ വ്യക്തമാക്കിയിരിക്കണം. മദ്യമോ ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര്, പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ്, പെർമിറ്റിൽ അനുവദിക്കപ്പെട്ട മദ്യത്തിൻ്റെയോ ലഹരി മരുന്നുകളുടെയോ അളവും മറ്റു വിവരങ്ങളും, സർക്കാർ നിർദ്ദേശിച്ചേക്കാവുന്ന മറ്റേതെങ്കിലും വിവരങ്ങൾ. ഈ നിയമപ്രകാരം ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ പൊതു പെർമിറ്റുകൾ അനുവദിക്കുകയുള്ളൂ. കൂടാതെ പെർമിറ്റിൽ അനുവദിച്ച അളവിലുള്ള മദ്യമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അബ്കാരി പെർമിറ്റ് ലഭിച്ച വ്യക്തികളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഈ പെർമിറ്റിന്റെ നിയമപരമായ സംരക്ഷണം ലഭിക്കുന്നതാണ്. അടുത്തത് അതോറിറ്റി എംപവേർഡ് ടു സെയിൽ ലിക്വർ. സെക്ഷൻ 15. കള്ള് ഒഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 15. കള്ളൊഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 15. കള്ള് ചെത്താൻ അവകാശമുള്ള ആൾക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ അബ്കാരി നിയമപ്രകാരം കള്ള് നിർമ്മിക്കാവുന്നതും ലൈസൻസ് ഉള്ള വ്യക്തിക്ക് വിൽക്കാവുന്നതുമാണ്. കമ്മീഷണറുടെ ലൈസൻസ് ഇല്ലാതെ മദ്യമോ മറ്റ് ലഹരി മരുന്നോ വിൽക്കുവാൻ പാടില്ല. സെക്ഷൻ 15 പ്രകാരം വിൽപ്പനയായി കണക്കാക്കുന്നവ മദ്യം ഏതെങ്കിലും തരത്തിൽ കൈമാറുന്നത് അല്ലെങ്കിൽ മദ്യം പാരിതോഷികമായി നൽകുന്നതൊക്കെ എന്താണ്? അത് വിൽപ്പനയായി തന്നെ കണക്കാക്കാറുണ്ട്. അടുത്ത സെക്ഷൻ 21 കള്ള് ചെത്തുന്നവർക്ക് നൽകേണ്ട ലൈസൻസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 21. കള്ള് ചെത്തുന്നവർക്ക് നൽകേണ്ട ലൈസൻസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 21. അടുത്തത് വാട്ട് ഈസ് ലിക്വർ? എന്താണ് മദ്യം? അബ്കാരി ആക്ടിൽ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3 സബ്സെക്ഷൻ 10. മദ്യം എന്നാൽ സ്പിരിറ്റ്, വൈൻ, കള്ള്, ചാരായം, ബിയർ തുടങ്ങി ആൽക്കഹോൾ അടങ്ങിയ എല്ലാ പാനീയങ്ങളും എന്താണ്? മദ്യമാണ്. മദ്യത്തിന്റെ നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ 3 സബ്സെക്ഷൻ 10. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിക്വർ. മദ്യത്തിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. മദ്യം താഴെ പറയുന്ന 2 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. പുളിപ്പിച്ച മദ്യം, അതുപോലെ തന്നെ വാറ്റിയെടുത്ത മദ്യം. പുളിപ്പിച്ച മദ്യത്തിന് ഉദാഹരണങ്ങളാണ് കള്ള്, ബിയർ, വൈന് തുടങ്ങിയവയാണ് പുളിപ്പിച്ച മദ്യം. എന്നാൽ വാറ്റിയെടുത്ത മദ്യം അല്ലെങ്കിൽ സ്പിരിറ്റ് ഉദാഹരണം എന്തൊക്കെയാണ്? ചാരായം, അതുപോലെ തന്നെ സ്പിരിറ്റ്, ബ്രാൻഡി, വിസ്കി, കൊക്കോ ബ്രാൻഡി തുടങ്ങിയവയൊക്കെയാണ് വാറ്റിയെടുത്ത മദ്യത്തിൽ വരുന്നത്. അടുത്ത പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ലിക്വർ. മദ്യത്തെ നികുതി ഈടാക്കുന്ന ആവശ്യത്തിലേക്ക് വേണ്ടി 2ആയി തരംതിരിച്ചിരിക്കുന്നു. നാടൻ മദ്യമെന്നും വിദേശ മദ്യമെന്നും. എന്താണ് നാടൻ മദ്യം? കള്ള്, ചാരായം തുടങ്ങിയവയാണ് നാടൻ മദ്യം. എന്നാൽ വിദേശ മദ്യം
നാടൻ മദ്യം ഒഴികെയുള്ള എല്ലാ മദ്യവും എന്താണ്? അതായത് കള്ളും ചാരായവും ഒഴികെയുള്ള മറ്റെല്ലാ മദ്യങ്ങളും എന്താണ്? വിദേശ മദ്യമാണ്. നെക്സ്റ്റ്, ഡെഫിനിഷൻസ്, ടെക്നിക്കൽ ആൻഡ് ലീഗൽ ടേംസ്. അബ്കാരി നിയമത്തിലെ സാങ്കേതിക നിയമപദങ്ങളെ നിർവചിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3. അബ്കാരി റവന്യൂ സെക്ഷൻ 3 സബ്സെക്ഷൻ 1. സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരം അബ്കാരി റവന്യൂ എന്നാൽ മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുമായി ബന്ധപ്പെട്ട അബ്കാരി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമോ അല്ലെങ്കിൽ നിലവിലെ മറ്റേതെങ്കിലും നിയമപ്രകാരമോ ചുമത്തപ്പെട്ട നികുതിയോ പിഴയോ ഫീസോ അല്ലെങ്കിൽ കണ്ടുകെട്ട വസ്തുക്കളുടെ മൂല്യമോ എന്ന് അർത്ഥമാക്കുന്നു. സെക്ഷൻ 3(1) പ്രകാരം അബ്കാരി റവന്യൂ. അടുത്തതാണ് സെക്ഷൻ 3 സബ്സെക്ഷൻ 2. അബ്കാരി ഓഫീസർ. എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ അബ്കാരി നിയമത്തിലെ വകുപ്പ് 4 അല്ലെങ്കിൽ 5 പ്രകാരം ഈ പദവിയുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനായി നിയമപരമായി നിയമിക്കപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനും അബ്കാരി ഓഫീസറാണ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരം. അടുത്തത് സെക്ഷൻ 3 സബ്സെക്ഷൻ 2A മിശ്രണത്തെ പറ്റി പറയുന്നു. ഒരേപോലുള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യമുള്ളതോ ആയ 2 തരം മദ്യത്തെ ഒന്നിച്ചാക്കുക എന്നതാണ് മിശ്രണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെക്ഷൻ 3 സബ്സെക്ഷൻ 2A പ്രകാരം. അടുത്തതാണ് ബോണ്ടഡ് വെയർഹൌസ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 2B ആണ്. ബോണ്ടഡ് വെയർഹൌസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3 സബ്സെക്ഷൻ 2B. കരാർ അടിസ്ഥാനത്തിൽ മദ്യം സംഭരിച്ചു വച്ചിരിക്കുന്ന സംഭരണശാലകളാണ് ബോണ്ടഡ് വെയർഹൌസുകൾ. സെക്ഷൻ 3 സബ്സെക്ഷൻ 2B. അടുത്തയാണ് കോമ്പൗണ്ടിങ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 5 ആണ്. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തതോ ഇന്ത്യൻ നിർമ്മിതമായോ സ്പിരിറ്റിൽ അതിന്റെ മണമോ രുചിയോ മാറ്റം വരുത്തുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ കൃത്രിമ നിറമോ ചേർക്കുന്നതാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. സെക്ഷൻ 3 സബ്സെക്ഷൻ 5. അടുത്തതാണ് അബ്കാരി ഇൻസ്പെക്ടർ. സെക്ഷൻ 3 സബ്സെക്ഷൻ 6. അബ്കാരി നിയമത്തിലെ സെക്ഷൻ 4D പ്രകാരം നിയമിതരായ ഉദ്യോഗസ്ഥനാണ് അബ്കാരി ഇൻസ്പെക്ടർ. സെക്ഷൻ 3 സബ്സെക്ഷൻ 6. അടുത്തതാണ് അറാഖ് അല്ലെങ്കിൽ ചാരായം. സെക്ഷൻ 3 സബ്സെക്ഷൻ 6A ആണ്. ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3 സബ്സെക്ഷൻ 6A ആണ്. ചാരായം എന്നാൽ കള്ള്, ബീർ, സ്പിരിറ്റ്, വൈൻ, വിദേശ മദ്യം, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതും സർക്കാർ അംഗീകൃത ഫോർമുല പ്രകാരം നിർമ്മിച്ച ആൽക്കഹോൾ തുടങ്ങിയ ദ്രാവകങ്ങൾ ഒഴികെ കുടിക്കുവാൻ കഴിയുന്ന ഏത് ലിക്വറുകളും ചാരായ എന്ന വിഭാഗത്തിൽ പെടുന്നത്. അടുത്തത് കള്ള്. സെക്ഷൻ 3 സബ്സെക്ഷൻ 8. കള്ളിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3 സബ്സെക്ഷൻ 8 ആണ്. കള്ള് എന്നാൽ തെങ്ങ്, പന, ഈന്തപ്പന തുടങ്ങിയ ഏത് തരം പനമരങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പുളിപ്പിച്ചതോ പുളിപ്പിക്കാത്തതോ ആയ പാനീയമാണ് കള്ള് എന്ന് പറയുന്നത്. നിർവചനം സെക്ഷൻ 3 സബ്സെക്ഷൻ 8 ആണ്. അടുത്തത് സ്പിരിറ്റ് ആണ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 9. സ്പിരിറ്റിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3 സബ്സെക്ഷൻ 9. സ്പിരിറ്റ് എന്നാൽ മദ്യം അടങ്ങിയതും ഡിസ്റ്റിലേഷൻ വഴി നിർമ്മിച്ചെടുക്കാവുന്നതുമായ ഏതു മദ്യവും എന്താണ്? അത് സ്പിരിറ്റ് ആണ്. അടുത്തത് ബിയർ ആണ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 11 ആണ്. ബിയറിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3 സബ്സെക്ഷൻ 11. ബിയർ എന്നാൽ മാൾട്ടിൽ നിന്നും പുളിപ്പിച്ചുണ്ടാക്കുന്ന എയില്, സ്റ്റൗട്ട്, പോർട്ട് തുടങ്ങിയ പാനീയങ്ങളാണ്. ബിയർ എന്നാൽ മാൾട്ടിൽ നിന്നും പുളിപ്പിച്ചുണ്ടാക്കുന്ന എയിൽ, സ്റ്റൗട്ട്, പോർട്ട് തുടങ്ങിയ പാനീയങ്ങളാണ് ബിയർ. അടുത്തത് നാടൻ മദ്യം. സെക്ഷൻ 3 സബ്സെക്ഷൻ 12. നാടൻ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3 സബ്സെക്ഷൻ 12. നാടൻ മദ്യം എന്നാൽ കള്ള്, ചാരായം തുടങ്ങിയ പ്രാദേശികമായി നിർമ്മിക്കുന്ന മദ്യങ്ങളാണ് നാടൻ മദ്യങ്ങളെന്ന് പറയുന്നത്. അടുത്തത് വിദേശ മദ്യം. സെക്ഷൻ 3 സബ്സെക്ഷൻ 13 ആണ്. വിദേശ മദ്യത്തിന് നിർവചനം നൽകിയ സെക്ഷനാണ് സെക്ഷൻ 3 സബ്സെക്ഷൻ 13. വിദേശ മദ്യം എന്നാൽ നാടൻ മദ്യം ഒഴികെയുള്ള മറ്റെല്ലാവിധ മദ്യവും എന്താണ്? വിദേശ മദ്യമാണ്. അടുത്തത് വിദേശ നിർമ്മിത വിദേശ മദ്യം. സെക്ഷൻ 3 സബ്സെക്ഷൻ 13A വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയ സെക്ഷനാണ് സെക്ഷൻ 3 സബ്സെക്ഷൻ 13A ആണ്. വിദേശ നിർമ്മിത വിദേശ മദ്യം എന്നാൽ വിദേശത്ത് നിർമ്മിച്ചതോ കലർത്തിയതോ വാറ്റിയതോ കുപ്പിയിലാക്കിയതോ ആയ മദ്യത്തെ കടൽ മാർഗമോ കരമാർഗമോ വായുമാർഗമോ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്താൽ അത്തരത്തിലുള്ള മദ്യത്തെ വിദേശ നിർമ്മിത വിദേശ മദ്യം എന്ന് പറയുന്നു. അടുത്തത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. സെക്ഷൻ 3 സബ്സെക്ഷൻ 13B ആണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ
13 ആണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്നാൽ വിദേശ നിർമ്മിത വിദേശ മദ്യവും അവ അല്ലാതെ ഇന്ത്യയിൽ നിർമ്മിച്ച മറ്റ് ഏത് വിദേശ മദ്യവും ആണ്. അടുത്തത് ലഹരി മരുന്ന്. സെക്ഷൻ 3 സബ്സെക്ഷൻ 14. 1985 NDPS ആക്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന നാർക്കോട്ടിക് ഡ്രഗ്സുകളെയോ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളെയോ, അതായത് വേദന സംഹാരികളോ ഉറക്ക ഗുളികകളോ ഒഴികെയുള്ള ഏത് ലഹരി വസ്തുക്കളും ലഹരി മരുന്നായി കണക്കാക്കുന്നു. സെക്ഷൻ 3 സബ്സെക്ഷൻ 14. അടുത്തത് വിൽപ്പനയാണ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 15 പറയുന്നത് ഏത് തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ കൈമാറ്റവും അത് പാരിതോഷികമായി നൽകിയാൽ പോലും ലഹരി വസ്തുക്കളുടെ വിൽപ്പന എന്ന പരിധിയിൽ വരുന്നു. സെക്ഷൻ 3 സബ്സെക്ഷൻ 15. അടുത്തത് ഇറക്കുമതി. സെക്ഷൻ 3 സബ്സെക്ഷൻ 16. ഇറക്കുമതി എന്നാൽ സംസ്ഥാനത്തിനുള്ളിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്നതാണ്. അടുത്തത് കയറ്റുമതിയാണ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 17. സംസ്ഥാനത്തിന് പുറത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുപോകുന്നതാണ് കയറ്റുമതി. അടുത്തത് കൊണ്ടുപോകലാണ്. ട്രാൻസിസ്റ്റ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 17 ആണ്. ട്രാൻസിസ്റ്റ് എന്നാൽ ഒരു സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ, അതായത് കേരളമാണെങ്കിൽ അതിന്റെ അതിർത്തിക്കുള്ളിൽ കൂടി മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്കോ കേന്ദ്രഭരണ പ്രദേശത്തേക്കോ കൊണ്ടുപോകുന്നതിനാണ് ട്രാൻസിസ്റ്റ് എന്ന് പറയുന്നത്. അതിന് നിർവചനം നൽകിയ സെക്ഷൻ 3 സബ്സെക്ഷൻ 17 ആണ്. അടുത്തത് കടത്താണ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 18 വരുന്നത്. കടത്ത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എന്നാൽ സംസ്ഥാനത്തിനകത്ത് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഏത് വിധത്തിൽ കൊണ്ടുപോയാലും അത് കടത്ത് എന്നാണ് പറയുന്നത്. അടുത്തത് ഉൽപാദനം അല്ലെങ്കിൽ മാനുഫാക്ചർ. സെക്ഷൻ 3 സബ്സെക്ഷൻ 19 ഉൽപാദനം എന്നാൽ സ്വാഭാവികമായോ കൃത്രിമമായോ വാറ്റിയതോ പുളിപ്പിച്ചതോ ആയ സ്പിരിറ്റോ മറ്റു വസ്തുക്കളോ ഉപയോഗിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഉൽപാദനം അല്ലെങ്കിൽ മാനുഫാക്ചർ എന്ന് പറയുന്നത്. സെക്ഷൻ 3 സബ്സെക്ഷൻ 19 ഇതിന് നിർവചനം നൽകിയിരിക്കുന്നത്. ഉൽപാദനത്തിന്റെ പരിധിയിൽ പെടുന്നത് മദ്യ സംസ്കരണത്തിലെ ഭാഗമായ കലർത്തല്, റീഡിസ്റ്റിലേഷൻ തുടങ്ങിയ ഏത് പ്രക്രിയകളും ഇതിൽ ഉൾപ്പെടുന്നു. അടുത്തത് ബോട്ടിലാണ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 19 പറയുന്നത്. ബോട്ടിൽ എന്നാൽ മദ്യം വിൽക്കുന്നതിന് വേണ്ടി വീപ്പ പോലുള്ള വലിയ പാത്രങ്ങളിൽ നിന്നും കുപ്പി, ജാറ്, ഫ്ലാസ്ക് തുടങ്ങിയ സംഭരണികളിലേക്ക് മാറ്റുന്നതിനും ഒരു കുപ്പിയിൽ നിന്നും മറ്റൊരു കുപ്പിയിലേക്ക് മദ്യം മാറ്റുന്നതും ഈ സെക്ഷന്റെ പരിധിയിൽ ബോട്ടിൽ എന്നതിൽ ഉൾപ്പെടുന്നു. അടുത്തതാണ് റെക്ടിഫിക്കേഷൻ. സെക്ഷൻ 3 സബ്സെക്ഷൻ 20 റെക്ടിഫിക്കേഷൻ എന്നാൽ സ്പിരിറ്റിനെ ശുദ്ധീകരിക്കുന്നതോ നിറമോ ഫ്ലേവറോ ചേർക്കുന്ന പ്രക്രിയയാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പ്ലേസ് ആണ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 21 പ്ലേസ് അല്ലെങ്കിൽ സ്ഥലം എന്നാൽ വീട്, കെട്ടിടം, കടമുറി, വാഹനം, ടെന്റ്, ചങ്ങാടം, ബൂത്ത് തുടങ്ങിയ എല്ലാ അബ്കാരി നിയമത്തിന് കീഴിലെ സ്ഥലം എന്നതിൽ ഉൾപ്പെടും. അടുത്തതാണ് ടാപ്പ് അല്ലെങ്കിൽ ചെത്തൽ. സെക്ഷൻ 3 സബ്സെക്ഷൻ 22 കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ഏതെങ്കിലും മരത്തിന്റെ പൂങ്കുലയോ മറ്റു ഭാഗമോ കള്ള് വേർതിരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്ന പ്രവൃത്തിയാണ് ചെത്തൽ അല്ലെങ്കിൽ ടാപ്പ് എന്ന് പറയുന്നത്. സെക്ഷൻ 3 സബ്സെക്ഷൻ 22. അടുത്ത റെന്റൽ അല്ലെങ്കിൽ വാടക. സെക്ഷൻ 3 സബ്സെക്ഷൻ 23. റെന്റൽ എന്നാൽ സെക്ഷൻ 18A പ്രകാരം മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ നിർമ്മിക്കാനോ വിൽക്കാനോ വേണ്ടിയുള്ള അനുമതിക്കായി നൽകേണ്ട തുകയാണ് റെന്റൽ. അടുത്തത് വെയർഹൌസ് അല്ലെങ്കിൽ സംഭരണശാല. സെക്ഷൻ 3 സബ്സെക്ഷൻ 25. വെയർഹൌസ് എന്നാൽ വാറ്റുകേന്ദ്രം, വൈൻ നിർമ്മാണ കേന്ദ്രം, ബ്രൂവറി എന്നിവയുടെ ഭാഗമായി മദ്യം സംഭരിച്ചു വയ്ക്കുന്നതിനും പ്രത്യേക അനുമതി കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളെയാണ് വെയർഹൌസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡ്രൈ ഡേയ്സ്. കേരളത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ മദ്യവിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളതും ആ ദിവസങ്ങളിൽ മദ്യശാലകൾ നിർബന്ധമായും അടച്ചിടേണ്ടതുമാണ്. ഇത്തരം ദിവസങ്ങളെയാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. ഡ്രൈ ഡേയ്സ് അല്ലെങ്കിൽ നിരോധന ദിവസങ്ങൾ 9 ദിവസങ്ങളാണ്. 1 ഗാന്ധി ജയന്തി ഒക്ടോബർ 2, മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ജനുവരി 30, ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി, തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂറും ഡ്രൈ ഡേ ആണ്. വോട്ടെണ്ണൽ ദിവസം ഡ്രൈ ഡേ ആണ്. ഇംഗ്ലീഷ് മാസം 1-ാം തീയതി കള്ളു ഷാപ്പുകൾ ഒഴികെ ബാറുകളെല്ലാം ഡ്രൈ ഡേ ആണ്. ദുഃഖവെള്ളി ഡ്രൈ ഡേ ആണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 ഡ്രൈ ഡേ ആണ്.